കിങ്ങിണിപ്പുഴയുടെ അടുത്തുള്ള ആപ്പിൾ മരത്തിലാണ് കിട്ടുകുരങ്ങൻ താമസിച്ചിരുന്നത്. ആ ആപ്പിൾ മരത്തിൽ നിറയെ നല്ല പഴുത്ത് തുടുത്ത ആപ്പിളുകളായിരുന്നു. ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിളുകൾ ഭക്ഷിച്ചാണ് കിട്ടു ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു മുതല അവിടെ എത്തിച്ചേർന്നു. അവൻ ആഹാരം അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. അപ്പോഴാണ് ആപ്പിൾ മരത്തിലിരിക്കുന്ന കുരങ്ങനെ അവൻ കണ്ടത്. കുരങ്ങനെ കണ്ടതും മുതല പറഞ്ഞു, ചങ്ങാതി, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. ഇത് കേട്ട് ദയ തോന്നിയ കിട്ടു ആപ്പിൾ മരത്തിൽ നിന്നും കുറച്ച് ആപ്പിളുകൾ അടർത്തിയെടുത്ത് മുതലേക്ക് എറിഞ്ഞു കൊടുത്തു. മുതല അതെല്ലാം വളരെ സ്വാദോടെ കഴിച്ചു. വിശന്നു തളർന്ന തനിക്ക് ആഹാരം നൽകിയ കുരങ്ങനുമായി മുതല വളരെ വേഗം ചങ്ങാത്തത്തിലായി. ദിവസവും മുതല കുരങ്ങനെ കാണാൻ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ എത്തുമായിരുന്നു. അവർ ആപ്പിൾ മരത്തിലെ സ്വാദുള്ള ചുവന്ന ആപ്പിളുകളും കഴിച്ച് വളരെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുക പതിവായി. ഒരു ദിവസം അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ മുതല തന്റെ ഭാര്യയെക്കുറിച്ച് പറയുവാനിടയായി. നല്ലവനായ കുരങ്ങൻ അന്നു മുതൽ നദിയുടെ അക്കരെ താമസിക്കുന്ന മുതലയുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ആപ്പിളുകൾ നൽകി തുടങ്ങി. മുതലയുടെ ഭാര്യയ്ക്കും ആപ്പിളുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ എന്നും ഭർത്താവ് കൊണ്ടുവരുന്ന ആപ്പിളുകൾക്കായി കാത്തിരിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം അവൾ വിചാരിച്ചു, ആപ്പിളിന് ഇത്ര രുചിയാണെങ്കിൽ അത് ദിവസവും കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു രുചിയായിരിക്കും. അവനെ കഴിക്കാൻ പറ്റിയാൽ കുശാലായിരിക്കും. ഈ കാര്യം മുതല തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ട് പാവം ഭർത്താവ്, അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്തു ചെയ്യാം, തന്റെ ഭാര്യയുടെ മുതല കണ്ണീരിനു മുന്നിൽ മുതലച്ചാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ അവൻ വേദനയോടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഹൃദയം കൊണ്ടുവരാം എന്ന് ഭാര്യയ്ക്ക് വാക്കു നൽകി. അങ്ങനെ കുരങ്ങനെ വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച മുതല അതിനായി ആപ്പിൾ മരത്തിനടുത്ത് ചെന്ന് കുരങ്ങനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തന്റെ സുഹൃത്തായ മുതലയുടെ ക്ഷണം കുരങ്ങൻ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നദിയുടെ അക്കരയല്ലേ നിങ്ങളുടെ വീട്? ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്? എനിക്ക് നിന്നെ പോലെ വെള്ളത്തിലൂടെ നീന്താനൊന്നും അറിയില്ല. ഇത് കേട്ട മുതല പറഞ്ഞു, അതിനാണോ വിഷമം? നീ എന്റെ പുറത്തു കയറിക്കോളൂ, ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം. ഇതു കേട്ടതും കുരങ്ങൻ മുതലയുടെ പുറത്തു കയറി നദിയുടെ അക്കരയ്ക്ക് യാത്രയായി. അവൻ നദിയിലെ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരുന്നു. നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ മുതല കരുതി, ഇനി എന്തായാലും കുരങ്ങിന് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവനോട് സത്യം പറയാം. മുതല കുരങ്ങനോട് പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ ഭാര്യയ്ക്ക് നിന്റെ മധുരമുള്ള ഹൃദയം തിന്നാൻ ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഇത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി. അവൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. പക്ഷേ അവൻ തന്റെ ധൈര്യം കൈവിടാതെ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഉപായം കണ്ടെത്തി. എന്നിട്ട് മുതലയോട് ഇപ്രകാരം പറഞ്ഞു, നീ എന്തൊരു മണ്ടനാണ്! ഇതിനാണോ എന്നെ കൊണ്ടുപോകുന്നത്? നിന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഹൃദയം ഞാൻ ആപ്പിൾ മരത്തിലെ പൊത്തിൽ വച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുരങ്ങന്മാർ അങ്ങനെ ഹൃദയം കൊണ്ടു നടക്കാറില്ല. നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹൃദയവും എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും വേഗം തിരിച്ചുപോയി ഹൃദയവുമായി മടങ്ങി വരാം. ഇത് കേട്ട മണ്ടനായ മുതല വളരെയധികം സന്തോഷിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരു മടിയും കൂടാതെ തന്റെ ഹൃദയം നൽകാൻ മാത്രം ദയയുള്ളവനാണല്ലോ തന്റെ സുഹൃത്ത്. ഭാര്യയുടെ ആഗ്രഹം നിറവേറുകയും ചെയ്യും, സുഹൃത്തിനെ കൊല്ലുകയും വേണ്ട. ഇങ്ങനെ ചിന്തിച്ച് മുതല കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചു നീന്തി. ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ അവർ എത്തിയതും കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിന് ആപ്പിൾ മരത്തിലേക്ക് കയറി. എന്നിട്ട് ഹൃദയവും പ്രതീക്ഷിച്ചു നിന്ന മുതലയോട് ഇപ്രകാരം പറഞ്ഞു,
ഭാര്യയുടെ വാക്കുകേട്ട് സ്വന്തം സുഹൃത്തിനെ അപായപ്പെടുത്താൻ തുനിഞ്ഞ നീ എന്തൊരു മണ്ടനാണ്. പോയി ദുഷ്ടയായ നിന്റെ ഭാര്യയോട് പറയൂ, അവളുടെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെന്ന്. എന്നിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ കുരങ്ങൻ മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മനസാന്നിധ്യവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ഏതു പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ സാധിക്കും.